മിത്രമേ, ഈ പക്ഷികളാണോ ഭണ്ഡാരം നിറയ്ക്കാൻ പോകുന്നത്? അങ്ങ് പക്ഷികളുമായി വന്നിരിക്കുന്നു പ്രഭു. അതിനർത്ഥം ഇന്നിവിടെ ഒരു മായാജാലം സംഭവിക്കാൻ പോകുന്നു എന്നാണ്. അങ്ങേക്ക് എന്റെ പ്രണാമം. ഇതെന്താണ് ശിവ? നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഭിക്ഷയാണ് ആചാര്യ. ഈ പക്ഷികളോ? ഭിക്ഷയായി ഈ പക്ഷികളെയാണ് ലഭിച്ചത് ആചാര്യ. അത് ശരി. അപ്പൊ ഈ പക്ഷികളാണോ ഇവിടെ ഭണ്ഡാരം നിറയ്ക്കാൻ പോകുന്നത്? തീർച്ചയായും നിറയ്ക്കും. അവർക്ക് മനുഷ്യരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഗുരുകുലത്തെ സഹായിക്കാൻ സാധിക്കില്ല? ശിവ, ഭണ്ഡാരം നിറയ്ക്കേണ്ടത് ധാന്യമണികളാലും സ്വർണ്ണ നാണയങ്ങളാലുമാണ്. എങ്കിൽ ഇവർ തന്നെ ഭണ്ഡാരം നിറയ്ക്കുന്നതാണ്. മിത്രമേ, ഹംസമിത്രമേ, അവിടുത്തെ പക്കലാണല്ലോ പവിഴമുത്തുകൾ നിറഞ്ഞിരിക്കുന്നത്. അങ്ങേക്ക് നമ്മെ സഹായിക്കാമോ? അങ്ങ് വലിയവനാണ് പ്രഭു. അങ്ങേക്ക് ഞങ്ങളുടെ കോടി കോടി പ്രണാമം. മതിയാക്കിയാലും ഹംസരാജൻ, അവിടുന്ന് നിർത്തിയാലും. ആചാര്യ, ഇത്രയും മതിയാകില്ലേ? ശിവ, ഇത്രയും പവിഴമുത്തുകൾ ഒരു വർഷത്തേക്ക് തന്നെ ധാരാളം. ശരി ആചാര്യ, ഞാനിവരെ തിരികെ പറഞ്ഞേക്കാം. പക്ഷിമിത്രങ്ങളെ, ഇനി നിങ്ങൾക്ക് യഥാസ്ഥാനത്തേക്ക് തിരികെ പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ 1000 നന്ദി. എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുണ്ട് ആചാര്യ. ദരിദ്ര ശിഷ്യർ ഗുരുകുലത്തിൽ നിന്നും പുറത്തു പോകണമെന്ന നിർദ്ദേശം അങ്ങ് പിൻവലിക്കേണ്ടതാണ്. എല്ലാവർക്കും ഒരുപോലെയുള്ള ഭക്ഷണം നൽകാൻ നിർദ്ദേശിച്ചാലും ഈ ഗുരുകുലത്തെ തുല്യതയുടെ സാമ്രാജ്യമായി മാറ്റിയാലും ഭണ്ഡാരത്തിൽ ഇത്രയും ധനമുള്ള സ്ഥിതിക്ക് ആരും പോകേണ്ടതില്ലല്ലോ. അങ്ങനെയല്ലേ ഉപകുലപതി? ഈ പക്ഷികൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇവന്റെ ശക്തികൾ ഇപ്പോഴും സജീവമാണല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതിനെ അത്ര ലാഘവത്തോടെ കാണാൻ പാടുള്ളതല്ല. പക്ഷേ ഇവന്റെ ഓർമ്മകൾ തിരികെ വന്നതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഇപ്പോൾ ആ പാർവതിയെ അസുരരാജൻ അന്ധകൻ ബന്ധിച്ചിട്ടുണ്ടാകും. പാർവതിയില്ലെങ്കിൽ ഈ ബാലകൻ സ്വയം ഇല്ലാതാവുക തന്നെ ചെയ്യും. ഒപ്പം അന്ധകൻ അന്ധകാര സാമ്രാജ്യവും സ്ഥാപിക്കും.
ഇത് വലിയ അനർത്ഥമായി തീരുമാതെ. ഈ അനർത്ഥത്തിനുള്ള ശിക്ഷ ദുഷ്ടന് നൽകുക തന്നെ വേണം. ഇല്ല നന്ദി, കോപത്തോടെ ഒരിക്കലും ആക്രമണത്തെ നേരിടാൻ പാടുള്ളതല്ല, പ്രത്യേകിച്ച് മഹാദേവന്റെ അസാന്നിധ്യത്തിൽ. പക്ഷെ ആ അസുരൻ കൈലാസത്തിന്റെ പവിത്രത നശിപ്പിക്കുകയാണ് മാതേ. കൈലാസം ദേവാദിദേവൻ മഹാദേവന്റെ വാസസ്ഥലമാണ്. ഇതിന്റെ പവിത്രത ആർക്കും ഇല്ലാതാക്കാനാവില്ല. ഇവിടം നശിപ്പിക്കാനും സാധിക്കില്ല. വിഷമിക്കാതിരിക്കൂ നന്ദി. കൈലാസത്തോട് ആർക്കും അഹിതം പ്രവർത്തിക്കാനാവില്ല. ഞാനത് സമ്മതിക്കുന്നു മാതേ. കൈലാസത്തിനോട് ആർക്കും അഹിതം പ്രവർത്തിക്കാനാവില്ല. പക്ഷെ ആ അസുരൻ നമ്മുടെ പരിശുദ്ധമായ ഈ കൈലാസത്തെ മാലിന്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇത് തടയാൻ എനിക്ക് അനുവാദം നൽകിയാലും മാതേ. എനിക്ക് ഈ കൈലാസത്തിന്റെ വിശുദ്ധി നശിക്കുന്നത് കാണാൻ സാധിക്കില്ല. ദയവായി എനിക്ക് അനുവാദം നൽകിയാലും. എനിക്ക് നിന്റെ വേദനയുടെ കാരണം മനസ്സിലാകുന്നുണ്ട് നന്ദി. അതിനാൽ നിന്റെ ഉദ്ദേശത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അനുവാദം നൽകുന്നു. അവിടുത്തെ ഈ കരുണയ്ക്ക് നന്ദി മാതേ. എനിക്കറിയാമായിരുന്നു നിന്റെ ഹൃദയം നിർമ്മലമാണെന്ന്. ജീവജാലങ്ങൾക്ക് ദോഷം സംഭവിക്കുന്നത് കാണാൻ നിന്റെ ഹൃദയത്തിനാവില്ല. ഇത് വെറുമൊരു ചെറിയ തുടക്കം മാത്രമാണ്. എന്റെ അളവില്ലാത്ത ശക്തിയുടെ തുടക്കം. ഇതിനു ശേഷവും നീ ഇവിടെ എന്റെ അരികിലേക്ക് വരുന്നില്ല എങ്കിൽ ഞാൻ നിന്നെ വിവശയാക്കും. ഇവിടെ എന്റെ അരികിലേക്ക് വരൂ പാർവതി. നിനക്കെന്റെ അരികിലേക്ക് വന്നേ മതിയാകൂ പാർവതി, വന്നേ മതിയാകൂ. മാതേ, ആ അസുരൻ അടങ്ങിയിരിക്കില്ല. ഉറപ്പായും അവൻ കൈലാസത്തെ ആക്രമിക്കും. അവൻ കൈലാസത്തെ ആക്രമിക്കുന്നതിന് മുൻപായി അവിടുന്ന് എനിക്ക് അനുവാദം നൽകിയാലും മാതേ, ഞാൻ പോയി അവനെ നശിപ്പിക്കുന്നതാണ്. ആ അസുരന്റെ അന്ത്യം മാത്രമാണ് ഏക പോംവഴി മാതേ. അതെ, നന്ദി സത്യമാണ് പറയുന്നത്. അതെ മാതേ, നന്ദിക്ക് അനുവാദം നൽകിയാലും ഞങ്ങളും ഒപ്പം പോയി ഇതിനൊരു അവസാനമുണ്ടാക്കുന്നതാണ്. ആരും പോകില്ല. എന്തുകൊണ്ടാണ് മാതേ? കാരണം യുദ്ധത്തിനുള്ള മറുപടി യുദ്ധമല്ല. യുദ്ധത്തിനുള്ള മറുപടി ഹൃദയത്തിന്റെ പരിവർത്തനമാണ്, ചിന്തകളുടെ പരിശുദ്ധിയാണ്. പക്ഷെ മാതേ, ദുഷ്ടന്മാരുടെ ഹൃദയത്തിന് ഒരിക്കലും മാറ്റമുണ്ടാവില്ല. അവരുടെ ചിന്തകളും ശുദ്ധമാകില്ല. ചരിത്രം അതിന് സാക്ഷിയാണ് മാതേ. പക്ഷേ ഇത് കൈലാസമാണ് നന്ദി, നിന്റെ പ്രഭുവിന്റെ കൈലാസം. അതിനാൽ ഇവിടുത്തെ രീതികൾ മഹാദേവൻ ഉചിതമായതുപോലെ ആയിരിക്കണം. യുദ്ധം അവസാനത്തെ മാർഗമായിരിക്കണം.
അതിനാൽ നാം അവനോട് ആദ്യം സംസാരിക്കും. ഇല്ല മതേ, ഇല്ല. അവിടുന്ന് അവനോട് സംസാരിക്കാൻ പോകേണ്ടതില്ല. അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവനോട് സംസാരിക്കാൻ ഞാൻ പോകുന്നതാണ്. നന്ദി, അങ്ങയോട് സംസാരിച്ചതിന് ശേഷവും മാറ്റമുണ്ടായില്ലെങ്കിൽ എങ്കിൽ അവിടെ വച്ച് ഞാൻ അവനെ വധിക്കുന്നതാണ്. ഇല്ല, മഹാദേവന്റെ അസാന്നിധ്യത്തിൽ കൈലാസത്തിന്റെയും നിങ്ങൾ സർവരുടെയും സുരക്ഷയും എന്റെ ഉത്തരവാദിത്തമാണ്. അതിനാൽ അന്ധകനോട് സംസാരിക്കുന്നതിനായി ഞാൻ പോകുന്നതാണ്. ഇതെന്റെ തീരുമാനമാണ്. ഇതുതന്നെയാണ് ആ സ്ഥലം. ഇതുതന്നെ നമ്മുടെ ശത്രു ശിവന്റെ വാസസ്ഥലം. എനിക്കറിയാം, ഇന്ന് ശിവൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവന്റെ അന്ത്യം ഉറപ്പായിരുന്നു. അല്ല ഋഷഭാസുര, അല്ല. ഞാൻ ശിവന്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ എന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഇതേ സ്ഥലത്തു തന്നെയായിരുന്നു എന്റെ ജനനം സംഭവിച്ചത്. അങ്ങയുടെ ജനനം, അതും ഇവിടെ? അതെ, എന്റെ ജനനം ഇവിടെയാണ്. അതെങ്ങനെയാണ് അസുരരാജ? ശിവപാർവതിമാരുടെ ലീലകളുടെ പരിണിത ഫലമായി രൂപപ്പെട്ട അന്ധകാരം, ശിവന്റെ ഹൃദയത്തിലുള്ള അന്ധകാരം, സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും അന്ധകരണത്തിലുള്ള അനാദിയായ, അനശ്വരമായ, അനന്തമായ അന്ധകാരം. ആ അന്ധകാരത്തിന്റെ ഉപേക്ഷിക്കപ്പെട്ട പുത്രനാണ് ഞാൻ. ഇന്ന് ഞാൻ മഹാദേവനെ ആശ്ചര്യപ്പെടുത്തും. ഇതെന്താണ്? ആശ്ചര്യം തന്നെ. ആ സമയത്ത് അന്ധകാരം. തീർച്ചയായും ഇതെന്തോ ദുസ്സൂചന തന്നെയാണ്. ഗിരിജ, എന്താണ് സംഭവിച്ചത്? ഞാൻ എന്താണ് ചെയ്തത്? സ്വയം ദർശിച്ചാലും പാർവതി,
ഇതെന്താണ് മഹാദേവ? ആരാണ് ഈ കുഞ്ഞ്? ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ജനിച്ചത്? അന്ധകാരത്തിൽ നിന്നാണ് പാർവതി. എന്റെ ധ്യാനത്തിന് തടസ്സം നേരിട്ടതിൽ നിന്നും അന്ധകാരം സൃഷ്ടിക്കപ്പെട്ടു. ഈ ബാലകൻ അതിന്റെ ഫലമാണ്. ക്ഷമിച്ചാലും മഹാദേവ. എന്റെ ധ്യാനത്തിന്റെ പൂർണ്ണമായ അവസ്ഥയെ അവിടുന്ന് തടസ്സപ്പെടുത്തി പാർവതി. അത് കാരണമാണ് ഈ അന്ധകാരം സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ എന്റെ രൂപമല്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും ഊർജം എനിക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്നു. ആ പ്രക്രിയയിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമുണ്ടായാൽ അത് അന്ത്യമില്ലാത്ത അന്ധകാരത്തിന് ജന്മം നൽകുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ് മഹാദേവ. ഇന്നൊരിക്കൽ കൂടി ഞാൻ അങ്ങയുടെ ഏകാഗ്രത ഇല്ലാതാക്കി. എന്റെ അപൂർണത. ഗിരിജ, അവിടുന്ന് സ്വന്തം കണ്ണുകൾ തുറക്കുമ്പോൾ സൂര്യോദയമുണ്ടാകുന്നു. ആ പ്രക്രിയയിൽ അവിടുന്ന് സമ്പൂർണ്ണയാണ്. മറ്റൊരു വിധത്തിൽ എന്റെ രൂപമല്ലാത്ത അവസ്ഥയിൽ എന്റെ ശരിയായ രൂപം ബ്രഹ്മാവസ്ഥയിലാണ്. അതിലേതെങ്കിലും വിധത്തിലുള്ള തടസ്സമുണ്ടാകുന്നത് ഉചിതമല്ല. പക്ഷേ ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കും? അന്ധകാരത്തിൽ നിന്നും ജനിച്ച ഈ ബാലകന്റെ നാമം അന്ധകനെന്നാകും.